ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഏഞ്ചൽ വണ്ണിൻ്റെ ട്രേഡിംഗ് ടെർമിനലിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. അവരുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അസറ്റ് പ്ലസിലും ഏഞ്ചൽ വണ്ണിലും അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവയുടെ QR കോഡ് സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്തിട്ട് അക്കൗണ്ട് എടുക്കാൻ സാധിക്കും. ഇങ്ങനെ അക്കൗണ്ട് എടുത്തിട്ടുള്ള നമ്മുടെ ക്ലയൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. നമ്മുടെ ക്ലയൻസിന് മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നോട് സംസാരിക്കാവുന്നതാണ്. അങ്ങനെ ഉചിതമായ ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളെ എനിക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. മ്യൂച്വൽ ഫണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർ അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുത്താൽ മതി. കാരണം അവിടെ ബ്രോക്കറേജോ AMC ചാർജോ ഒന്നുമില്ല, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. എന്നാൽ സ്റ്റോക്കിലും ETF-ലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഒന്നാമതായിട്ട് നമുക്ക് ക്യാഷ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. ഏറ്റവും മുകളിൽ വലത് വശത്തായിട്ട് നമുക്കിവിടെ കാണാം. എൻ്റെ പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരമാണ് അവിടെ കാണുന്നത്. ഓരോരുത്തർക്കും പേര് അനുസരിച്ച് അത് വ്യത്യസ്തമായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പേര്, അതുപോലെ തന്നെ ട്രേഡിംഗ് ബാലൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ബാലൻസ് ഒന്നുമില്ല. എല്ലാ 90 ദിവസം കൂടുമ്പോഴും ക്വാർട്ടർലി സെറ്റിൽമെൻറ്റ് എന്ന രീതിയിൽ ഇവിടെയുള്ള ക്യാഷ് ബാങ്കിലേക്ക് തിരിച്ചു വരും. നമ്മൾ രജിസ്റ്റർ ചെയ്ത ബാങ്കിലേക്ക്. അത് ഓട്ടോമാറ്റിക്കൽ പ്രോസസ്സാണ്. അങ്ങനെ 3 മാസം കൂടുമ്പോൾ ഇവിടെ 0 ആകും. എന്നാൽ ഈ അക്കൗണ്ടിൽ ഞാൻ കുറച്ച് നാളായിട്ട് ക്യാഷ് സൂക്ഷിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം ഇതേപോലെ തിരിച്ചു വന്നപ്പോൾ പിന്നീട് ക്യാഷ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ആ ഡീറ്റെയിലും കാര്യങ്ങളും നോക്കണമെങ്കിൽ നമുക്കിവിടെ വ്യൂ ഫണ്ട്സ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഫണ്ട് ആഡ് ചെയ്ത ഡീറ്റെയിലാണ് നമുക്കിവിടെ കാണുന്നത്. ഈ ഒരു സെറ്റിങ്ങിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ എത്ര ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 45 ദിവസത്തെ മതിയെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. 60 ദിവസത്തെയാണ് വേണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. 90 ദിവസത്തെ ആണ് വേണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി ഇത് കസ്റ്റം ചെയ്യണമെങ്കിൽ, അതായത് കുറേ നാളെ മുമ്പ് മുതലുള്ളത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ മാസവും വർഷവും ഒക്കെ മാറ്റി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ 2024 ഒക്ടോബർ 12 മുതൽ ഇന്നലെ വരെയുള്ള, ഇത് ഇന്നലത്തെ ഡേറ്റാണ് ഈ കാണുന്നത്, അതുവരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഡേറ്റ് സെലക്ട് ചെയ്യുക, അപ്ലൈ കൊടുക്കുക. അതുപോലെ തന്നെ ഫണ്ട് വിഡ്രോണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിലും കാണാവുന്നതാണ്. ഇവിടെയും ഇതുപോലെ തന്നെ നമുക്ക് പഴയ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഏഞ്ചൽ വണ്ണിലെ 2 അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ കുറച്ച് പഴയ അക്കൗണ്ടാണ് ഇത്. അപ്പോൾ ഇതിൽ സ്റ്റോക്ക് വാങ്ങിയിട്ട് പിന്നീട് കുറച്ച് നാളായിട്ട് നോക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോ പ്രിപ്പറേഷന് വേണ്ടി എടുത്തതാണ്. അതുകൊണ്ടാണ് ട്രാൻസാക്ഷൻസ് ഇവിടെ കുറവ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ലൈവായിട്ട് ഫണ്ട് ആഡ് ചെയ്യാനും മറ്റുമൊക്കെ പറ്റും. എൻ്റെ രണ്ടാമത്തെ അക്കൗണ്ടിൽ ഈ MTF മാർജിൻ എന്ന രീതിയിൽ ക്യാഷ് ലോൺ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ലോൺ എടുത്തിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ അക്കൗണ്ട് ഉപയോഗിച്ചത്. മറ്റേ അക്കൗണ്ടിൽ ഓൾറെഡി ലോൺ എടുത്തുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി ലോൺ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ട്യൂട്ടോറിയലായിട്ട് ഈ ട്രാൻസാക്ഷൻ കുറഞ്ഞ അക്കൗണ്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് ആഡ് ഫണ്ട് എന്ന ഓപ്ഷനിൽ വരിക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈസി ആയിട്ട് എമൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ എമൗണ്ട് അല്ലെങ്കിൽ ഈ ഭാഗത്ത് എമൗണ്ട് ടൈപ്പ് ചെയ്തും കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 25,000 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഇവിടെ കാണാവുന്നതാണ്. വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് മോഡുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. UPIയുടെ QR കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ UPI ID ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും. നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും. ഇതിലേതാണോ നമുക്ക് ആവശ്യമുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ബാങ്കിലായിരിക്കണം UPI ID ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ ഗൂഗിൾ പേയോ മറ്റോ ഒക്കെ ആണെങ്കിൽ ആ ഗൂഗിൾ പേയിൽ വർക്ക് ചെയ്യുന്ന ബാങ്ക് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്ത ബാങ്ക് ആയിരിക്കണം. മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല, അത് ഫെയിലാവും. അഥവാ ക്യാഷ് പോയാൽ പോലും അത് തിരിച്ചു വരും. ഈ അക്കൗണ്ട് ഹോൾഡറുടെ മാത്രം ബാങ്ക് അക്കൗണ്ടിൽ നിന്നേ നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഒരു ബാങ്ക് അക്കൗണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് വേറെയും ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ UPI QR കോഡ് ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. മറ്റ് ഓപ്ഷൻസ് ചെയ്യുന്നവർ അതിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഞാൻ ഈ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഉപയോഗപ്പെടുത്തുകയാണ്. അതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് വന്ന് പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ UPI ID ഓപ്പൺ ചെയ്യുക. അതെൻ്റെ മൊബൈലാണുള്ളത്.
ഞാൻ മൊബൈലിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം സ്കാൻ ചെയ്യാം. മൊബൈലിൽ സ്കാൻ ചെയ്തിട്ടുണ്ട്. ഇനി പാസ്വേഡ് കൊടുക്കുക. മൊബൈലിൽ ക്യാഷ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. 1-2 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ ക്യാഷ് ഇവിടെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോ ചെയ്യണമെങ്കിൽ ഈ വിഡ്രോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ട് എത്രയാണോ എമൗണ്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 1000 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം പ്രൊസീഡ് കൊടുത്താൽ മതിയാവും. ഇവിടെ എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ മാത്രമാണ് ഞാൻ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇന്ന് ട്രാൻസ്ഫർ ചെയ്ത ക്യാഷ് ഇന്ന് തന്നെ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു ദിവസം കഴിഞ്ഞിട്ടേ സാധിക്കൂ. പക്ഷേ അങ്ങനെ വിഡ്രോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മളെന്തെങ്കിലും മേടിക്കാനായിരിക്കും അവിടെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലാതെ വിഡ്രോ ചെയ്യാനല്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ടേ അതിൻ്റെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കൂ. രണ്ടാമത്തെ ദിവസം രാവിലെ ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഉച്ചയാകുമ്പോഴത്തേനും ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. കാരണം ബ്രോക്കിംഗ് ഫേമിന് നമ്മൾ വിറ്റ സ്റ്റോക്കിൻ്റെ ക്യാഷ് അവരുടെ അക്കൗണ്ടിലേക്ക് കിട്ടാനായിട്ട്, എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടാനായിട്ട് 2 ദിവസം എടുക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് മാത്രമാണ് ബാങ്കിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കൂ എന്ന് പറയുന്നത്. വ്യൂ ട്രേഡിംഗ് ബാലൻസ് സമ്മറി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ട്രേഡിംഗ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാത്ത അക്കൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ട്യൂട്ടോറിയലിന് വേണ്ടി എടുത്താണ്. അതുകൊണ്ട് അവിടെ സമ്മറി ഉണ്ടാവില്ല. ഇനി നമുക്ക് ഓരോ ഓപ്ഷനിലേക്കായിട്ട് തിരിച്ചു പോകാം. നമ്മുടെ ബ്രോക്കറേജ് ചാർജും മറ്റുമൊക്കെ മനസ്സിലാക്കാനായിട്ട് ട്രേഡ്സ് ആൻഡ് ചാർജസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. എത്ര ട്രേഡ് നടന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പീരീഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ കസ്റ്റം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു 180 ദിവസം സെലക്ട് ചെയ്തു. അപ്പോൾ അതിനുള്ളിൽ ഒരു ട്രേഡാണ് നടന്നിരിക്കുന്നത്. ജൂലൈ 24-നാണ്. ടോട്ടൽ ബ്രോക്കറേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിവിടെ കാണാൻ പറ്റും. വളരെ ചെറിയൊരു ബ്രോക്കറേജ് കാര്യങ്ങൾ കാണാം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം കേട്ടോ. ടോട്ടൽ ചാർജ്, മറ്റ് ചാർജുകൾ ഇപ്പോൾ DP ചാർജ്, STT, GST, സെബി ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ട്രേഡ് നടത്തിയിട്ടുള്ള സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. എത്ര ക്വാണ്ടിറ്റി, എത്ര രൂപയ്ക്കാണ്, ഏത് സ്റ്റോക്കാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെഡ്ജർ എടുക്കാനായിട്ട് മുകളിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ലാസ്റ്റ് 7 ഡേയ്സ് 2024-25 അത് ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെയാണ്. 6 മാസത്തെ എടുക്കാം. ഇയർ ടിൽ ഡേറ്റ്, അതായത് ഇന്ന് വരെയുള്ള 12 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ എടുക്കാം. 2023-24 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. 22-23 എടുക്കാം. പുറകോട്ടുള്ള വർഷങ്ങളിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. ഈ ഡൗൺലോഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മാസത്തെയും പ്രോഫിറ്റും ലോസും നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഈ റെഡ് കളറിലുള്ളത് ലോസാണ്, ഈ പച്ച കളറിലുള്ളത് പ്രോഫിറ്റാണ്. അപ്പോൾ ഇവിടെ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ട്രേഡുകൾ എണ്ണം വളരെ കുറവാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. അപ്പോൾ ഈ ജൂലൈ വരെയാണ് ഇവിടെ ട്രേഡ് നടത്തിയിരിക്കുന്നത്. വളരെ ലിമിറ്റഡ് ട്രേഡുകളെ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഒരു ദിവസം മാത്രമാണ് നമുക്ക് ലോസ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം പ്രോഫിറ്റാണ്. ഓരോ മാസവും നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രോഫിറ്റും ലോസും നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ ഈ ലോസ് വന്നിട്ടുള്ള ജൂൺ മാസം നമുക്കൊരു ചെറിയ ലോസേ വന്നിട്ടുള്ളൂ. ബാക്കി 3 ട്രേഡും പ്രോഫിറ്റാണ്. അതുകൊണ്ട് അതും നെറ്റ് പ്രോഫിറ്റിൽ വരും കേട്ടോ. അതാണ് ഇവിടെ ചുമലയൊന്നും കാണാത്തത്, ഫുള്ള് പച്ചയിലാണ് നിൽക്കുന്നത്. ജൂലൈ 2024 2 ട്രേഡ് ചെയ്തിട്ടുണ്ട്. 3570 രൂപ പ്രോഫിറ്റ് ഉണ്ട്. 15 രൂപ 37 ചാർജ് വന്നിട്ടുണ്ട്. ചാർജ് കഴിഞ്ഞിട്ട് 3555 രൂപ പ്രോഫിറ്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഓരോ ട്രേഡിൻ്റെയും ഓരോ മാസത്തെയും നമുക്ക് കാണാം. ജൂണിൽ 9 ട്രേഡ്, പ്രോഫിറ്റ്, ചാർജ്, നെറ്റ് പ്രോഫിറ്റ്, ഇങ്ങനെ ഓരോ മാസത്തെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വിശദമായ ഡേറ്റ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഡൗൺലോഡ് റിപ്പോർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് P&L സമ്മറി ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ടാക്സ് P&L, ഇവിടെയാണ് നിങ്ങളുടെ ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് P&L ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഈ ടാക്സ് P&L എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതിനു മുമ്പ് ഏത് വർഷത്തെയാണ് ഫിനാൻഷ്യൽ ഇയർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ടാക്സ് P&L സെലക്ട് ചെയ്തു. ഇതാണ് നമുക്ക് ടാക്സ് പേ ചെയ്യുന്നവർക്ക് മെയിനായിട്ടും വേണ്ടത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തു. ഡേറ്റ് റേഞ്ച് ഇവിടെ നമുക്ക് കാണിക്കും. ഫിനാൻഷ്യൽ ഇയർ 2024-25 3 വർഷത്തെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. 2023-24, 2022-23, അങ്ങനെ അതൊക്കെ പഴയതാണ്. 2024-25 ഇപ്പോൾ കറണ്ട് ഇയർ. ഇതിന് ശേഷം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ സിസ്റ്റത്തിലേക്ക് ടാക്സ് P&L ഡൗൺലോഡ് ആകും. ഈ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ടൻറ്റിന് കൊടുക്കേണ്ടത്.
അല്ലെങ്കിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ റിപ്പോർട്ട് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വീണ്ടും പഴയ വിൻഡോയിലേക്ക് തിരിച്ചു വരാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഓൾറെഡി അത് കണ്ടതാണ്. വലിയ ട്രേഡുകൾ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഡൗൺലോഡ് റിപ്പോർട്ട് എന്ന ഭാഗം ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ നമ്മൾ ഈ വിൻഡോയിലേക്ക് പോയത് എനിക്കൊന്ന് ട്രേഡ് ആൻഡ് ചാർജ് എന്ന ഭാഗത്ത് നിന്നാണ് ആ വിൻഡോയിലേക്ക് പോയത്. അപ്പോൾ ഇവിടെ 4 വിൻഡോ: ട്രേഡ്സ് ആൻഡ് ചാർജസ്, സ്റ്റേറ്റ്മെൻറ്റ്, ലെഡ്ജർ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡൗൺലോഡ് റിപ്പോർട്ട്. ഇത് പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഡേറ്റകൾ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് താഴേക്ക് പോകാം. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. പ്ലെഡ്ജ് ഹോൾഡിങ്. നമ്മുടെ ഹോൾഡിങ് പ്ലെഡ്ജ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ MTF, പേ ലേറ്റർ ഓപ്ഷനാണിത്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ സ്റ്റോക്ക്. അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. നമുക്ക് പ്ലെഡ്ജ് ഹോൾഡിംഗ് എന്ന ഭാഗത്തേക്ക് പോകാം. മെയിനായിട്ടും ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പഴയ അക്കൗണ്ട് എടുത്തത്. മറ്റേ അക്കൗണ്ടിൽ ഓൾറെഡി പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈവായിട്ട് പ്ലെഡ്ജ് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ എടുത്തത്. ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അക്കൗണ്ട് എടുത്തതിന് ശേഷം എൻ്റെ വാട്സപ്പിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അത് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എൻ്റെ ഒരു സ്റ്റഡി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്ലെഡ്ജ് ഹോൾഡിംഗ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഹെയർ കട്ട് എത്രയാണ് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ചില സ്റ്റോക്കുകൾക്ക് 20% ഹെയർ കട്ടുണ്ട് ഇവിടെ കാണാം. ചിലതിന് 10% ഹെയർ കട്ടുള്ളൂ. അതായത് നമ്മുടെ കയ്യിലുള്ള മ്യൂച്വൽ ഫണ്ടുകളും നമുക്ക് ഇവിടെ പ്ലെഡ്ജ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളും നമുക്കിവിടെ പ്ലെഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ അവൈലബിൾ എന്ന ഭാഗത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്നതാണ്. അത് ഓട്ടോമാറ്റിക്കലി എല്ലാ സ്റ്റോക്കുകളും എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും സെലക്ട് ആയി. അപ്പോൾ നമുക്ക് ടോട്ടൽ 3,32,000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. 3 ലക്ഷത്തിന് മുകളിൽ നമുക്ക് മാർജിൻ കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് ട്രേഡുകളും കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ തരം ട്രേഡുകളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമില്ല എങ്കിൽ ഏതെങ്കിലും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ക്വാണ്ടിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ട് 97,388 രൂപ ഇവിടെ ലഭിക്കുന്നുണ്ട്. 10% മാത്രമാണ് ഹെയർ കട്ടുള്ളൂ. അപ്പോൾ ഇത് വേണ്ട എങ്കിൽ ഇവിടെ അൺടിക്ക് ചെയ്താൽ മതി. അപ്പോൾ 2,35,000 കുറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്തത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ട്യൂട്ടോറിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ചെറിയ എമൗണ്ട് എടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ ഈ സ്റ്റോക്കുകളൊക്കെ ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിൽക്കാവുന്നതുകൊണ്ട് നമ്മളിത് ഒഴിവാക്കുകയാണ്. നിങ്ങളങ്ങനെ ഒഴിവാക്കണം എന്നില്ല. അപ്പോൾ ഞാൻ ക്വാണ്ടിൻ്റെ സ്മോൾ ക്യാപ്പ് തന്നെ എടുത്തു. ആ ഒരെണ്ണമാണ് പ്ലെഡ്ജ് ചെയ്യുന്നത്. 97,388 രൂപ നമുക്കിവിടെ ലഭിക്കും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ഞാനത് ലൈവായിട്ട് പ്ലെഡ്ജ് ചെയ്ത് കാണിക്കാം. പ്ലെഡ്ജ് നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓൺ ക്ലിക്കിംഗ് പ്രൊസീഡ് യു വിൽ ബി റീഡയറക്റ്റഡ് ടു CDSL സൈറ്റ് ടു കംപ്ലീറ്റ് പ്ലെഡ്ജിങ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. CDSLൻ്റെ സൈറ്റിലേക്കാണ് പോകുന്നത്. ഒരു OTP നമ്മുടെ മൊബൈലിലേക്ക് വന്ന് കാണും CDSLിൽ നിന്ന്. അത് ഇവിടെ എൻ്റർ ചെയ്യണം. ഞാൻ മൊബൈലിൽ എടുക്കുകയാണ്. മൊബൈലിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പ്ലെഡ്ജിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കുറച്ച് മണിക്കൂറുകൾ വേണം കേട്ടോ ഈ ഒരു എമൗണ്ട് നമ്മുടെ ലെഡ്ജറിലേക്ക് വരാനായിട്ട്. അതായത് ഈ ഒരു എമൗണ്ടും കൂടെ കൂട്ടിയിട്ട് ഈ ട്രേഡിംഗ് ബാലൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ 25,000 രൂപ നമ്മൾ ട്രാൻസ്ഫർ ചെയ്താണ് ഇവിടെ കൂടുതലായിട്ട് കാണിക്കും. ട്രേഡിംഗ് ബാലൻസിൽ ഇപ്പോൾ നമ്മൾ 97,000 അല്ലേ, അതും കൂടെ കൂടുതലായിട്ട് കാണിക്കും. അത് കുറച്ച് സമയം പിടിക്കും. ഏതാനും മണിക്കൂറുകൾ തന്നെ പിടിച്ചേക്കും കേട്ടോ. അടുത്ത ദിവസം നോക്കിയാലും മതി. ഈ വീഡിയോയിൽ തന്നെ ഞാൻ അടുത്ത ദിവസത്തെ ഇത് വെച്ചിട്ട് കാണിക്കാം. അല്ലെങ്കിൽ ഇന്ന് തന്നെ കുറേ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ പ്ലെഡ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. അടുത്തത് MTF, പേ ലേറ്റർ എന്ന ഓപ്ഷനാണ്. ഇത് ഉപയോഗിച്ചിട്ട് 4 ഇരട്ടി വരെ നമുക്ക് ട്രേഡിംഗ് പവർ കൂട്ടാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഒരു സ്റ്റോക്കിന് 10,000 രൂപയാണ് വിലയെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ 10,000 രൂപയുള്ളെങ്കിൽ നമുക്ക് ഒരു ക്വാണ്ടിറ്റിയിലേ വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ MTF ഉപയോഗിച്ചിട്ട് നമുക്ക് 4 ക്വാണ്ടിറ്റി വാങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെ 4 ഇരട്ടി വരെ നമുക്ക് ട്രേഡിംഗ് പവർ കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിന് ഇൻട്രസ്റ്റും ഉണ്ട് കേട്ടോ. ഒരു ദിവസം വരുന്ന ഇൻട്രസ്റ്റ് 0.041% ആണ് ഒരു ദിവസം വരുന്ന ഇൻട്രസ്റ്റ്. ഇപ്പോൾ നമ്മൾ 40,000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങി, എന്നാൽ നമ്മുടെ കയ്യിൽ 10,000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ 30,000 രൂപയ്ക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ സംഭവങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു തന്നെയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഈ വീഡിയോ ഹിന്ദിയിലാണ്, മറ്റ് ഇംഗ്ലീഷിലുള്ളതുണ്ടോ എന്നറിയില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ സ്റ്റോക്ക് വാങ്ങുമ്പോൾ നമ്മൾ പേ ലേറ്റർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. ആ സ്റ്റോക്ക് വൈകുന്നേരം 4:15 മുതൽ രാത്രി 9 മണിക്കുള്ളിൽ പ്ലെഡ്ജ് ചെയ്തിരിക്കണം. അപ്പോൾ ഇന്ന്
ഞാനിങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങിയെന്ന് വിചാരിച്ചു. അത് ഇന്ന് വൈകുന്നേരം 4:15 മുതൽ 9 മണിക്കുള്ളിൽ പ്ലെഡ്ജ് ചെയ്തിരിക്കണം. അതിനുള്ള ലിങ്ക് നമ്മുടെ വാട്സപ്പിൽ വരുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് കാണാവുന്നതുമാണ്. അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ പ്ലെഡ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ T+6 ഡേയ്സ് 6ാമത്തെ ദിവസം അൺപ്ലെഡ്ജ്ഡ് സ്റ്റോക്കുകളുടെ ക്യാഷ് നമ്മൾ കൊടുക്കേണ്ടതാണ്. അത് ഡെലിവറിയിലേക്ക് മാറ്റും. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് മേടിക്കുന്നത്? പേ ലേറ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അതായത് മാർക്കറ്റ് തുറന്ന് കഴിയുമ്പോൾ നോക്കട്ടെ, താഴേക്ക് പോകുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം, കാണിച്ചു തരാം. അപ്പോൾ പ്ലെഡ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അൺപ്ലെഡ്ജ്ഡ് സ്റ്റോക്കുകൾ അതിൻ്റെ ലിസ്റ്റ് നമുക്ക് ഈ മോഡിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അത് ഡെലിവറിയിലേക്ക് മാറ്റും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് നമ്മൾ ട്രേഡിങ്ങിൻ്റെ ഈ അക്കൗണ്ടിൽ നിന്ന് പിടിക്കും. അതുകൊണ്ട് തന്നെ അതിനുള്ള ക്യാഷ് നമ്മളവിടെ കരുതി വെക്കുക. ഇനി താഴേക്ക് പോകുമ്പോൾ MTF പ്ലെഡ്ജ്ഡ് സ്റ്റോക്സ് നമുക്ക് ഇവിടെ കാണാം. ഞാനിപ്പോൾ സ്റ്റോക്കുകളൊന്നും പ്ലെഡ്ജ് ചെയ്തിട്ടില്ല, അതായത് സ്റ്റോക്കുകൾ MTF ഉപയോഗിച്ച് മേടിച്ചിട്ടില്ല. മേടിച്ച് കഴിഞ്ഞാൽ അത് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് കാണിക്കാം കേട്ടോ. ഇനി ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, MTF പേയ്മെൻറ്റ് ഹിസ്റ്ററി, അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഞാൻ അത് ചെയ്യാത്തതുകൊണ്ടാണ് കാണാത്തത്. ഇനി താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മാർജിൻ കാൽക്കുലേറ്റർ കാണാൻ സാധിക്കും. അതായത് ഒരു സ്റ്റോക്കിൽ എത്ര ലീവറേജ് നമുക്ക് കിട്ടുമെന്നുള്ളത്. ലീവറേജ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ മണിയാണ് നമുക്ക് കിട്ടുന്ന അഡീഷണൽ മണി. ഇപ്പോൾ MTF സ്റ്റോക്ക് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ റിലയൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ക്വാണ്ടിറ്റി ഒരു 10 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. 10 റിലയൻസ് വാങ്ങാനായിട്ട് നമുക്ക് എത്ര പൈസ വേണം എന്ന് കാൽക്കുലേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. റിലയൻസ് കഴിഞ്ഞ ദിവസം 2% അപ്പായിരുന്നു, നമുക്കിവിടെ കാണാം. 10 റിലയൻസ് വാങ്ങാനായിട്ട് നമുക്ക് വേണ്ടത് 3416 രൂപയാണ് അക്കൗണ്ടിൽ. ഏഞ്ചൽ വണ്ണ് 3238 രൂപ തരും. ടോട്ടൽ വാല്യൂ 12655 ചെറിയ പൈസ ഉണ്ടെങ്കിൽ തന്നെ ഇത് വാങ്ങാം. 2.70x ഫോർ യുവർ ഫണ്ട് യൂസിങ് ഏഞ്ചൽ MTF പേ ലേറ്റർ. അതായത് 12,000 സംതിങ് രൂപ വിലയുള്ളത് വാങ്ങാനായിട്ട് നമുക്ക് 3416 രൂപ പേ ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ ഇവരുടെ റെക്കമെൻഡേഷൻ ഉണ്ടാകും. ടോപ്പ് സ്റ്റോക്സ് റെക്കമെൻഡഡ് ബൈ ഏഞ്ചൽ വണ്ണ്, അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ സിൻജിൻ എന്ന് പറയുന്ന സ്റ്റോക്ക്, സിൻജിൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് 28% മാത്രം പൈസ കൊടുത്താൽ മതിയാവും. എസ്റ്റിമേറ്റ് പ്രോഫിറ്റ് 46 പെർ ഷെയർ, ഒരു ഷെയറിന് 46 രൂപ പ്രോഫിറ്റ് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. PE അല്പം കൂടുതലാണ് എന്ന് കാണിക്കുന്നുണ്ട്. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാവുന്നതാണ്. അതായത് ആ സ്റ്റോക്കിന് എന്തെങ്കിലും കോൺസ് ഉണ്ടെങ്കിൽ അതും കാണിക്കുന്നുണ്ടാവും. നമ്മൾ ഓക്കെ ആണെങ്കിൽ പ്രൊസീഡ് കൊടുക്കാം, എന്നിട്ട് നമുക്കത് വാങ്ങാവുന്നതാണ്. ഞാനിവിടെ ക്വാണ്ടിറ്റി ഒരു 10 തന്നെ കൊടുത്തു. 871 രൂപ 5 പൈസയാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ബട്ടണിൽ സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഈ ഒരു ബട്ടണിൽ ലിമിറ്റും മാർക്കറ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. ഇവിടെ മാർക്കറ്റ് കൊടുക്കുക. ഇപ്പോൾ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസിന് എക്സിക്യൂട്ട് ആവും. ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രൈസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓൾറെഡി അപ്പോഴത്തെ പ്രൈസ് വരുന്നുണ്ടാവും, എന്നാലും നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓർഡർ ഇട്ട് കഴിഞ്ഞിട്ട് ആ പ്രൈസ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി മാർക്കറ്റ് കൊടുക്കുകയാണ് കൂടുതൽ നല്ലത്. നല്ല പരിചയമുള്ളവർ അത് നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ടാകും. പരിചയക്കുറവുള്ളവർ ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഇതെനിക്ക് ഒരുപാട് ഡൗട്ട് വരുന്നതാണ്, അതാണ് ഈ സെക്ഷന് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഇനിയിപ്പോൾ പേ ലേറ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2438 രൂപ മാത്രം കൊടുത്താൽ മതിയാവും. 28% മാത്രം പേ ചെയ്താൽ മതിയാവും. ബാലൻസ് ഏഞ്ചൽ വണ്ണാണ് പേ ചെയ്യുന്നത്. മൊത്തം പേ ചെയ്യാനായിട്ട് 8710 രൂപ വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ മൊത്തം പേ ചെയ്ത് ക്യാഷ് ഉണ്ടെങ്കിൽ മൊത്തം പേ ചെയ്യുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് വാങ്ങാം. ഇനിയിപ്പോൾ കുറച്ചാണ് പേ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഇവിടെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ടോട്ടൽ ചാർജുകൾ എത്ര വരുന്നുണ്ട് എന്ന് ഇവിടെ കാണും. 20 രൂപ ഇവിടെ ചാർജ് വരുന്നുണ്ട് എന്ന് കാണാം. അതുപോലെ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിയിട്ട് പ്ലെഡ്ജ് ചെയ്യുമ്പം അതിന് ചാർജ് ഉണ്ട് കേട്ടോ. അത് നിങ്ങളൊന്നുകൂടി ഒന്ന് റെഫർ ചെയ്തേക്കുക. 45 അല്ല 23 രൂപ 60 പൈസയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണേ, ഒന്ന് ചെയ്തേക്കുക. ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞാണ്, കാരണം ഞാൻ മറ്റേ അക്കൗണ്ടിലാണ് ചെയ്തത്. അപ്പോൾ അതിൽ 23 രൂപ 60 പൈസയാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. ചെയ്ത് കഴിയുമ്പോൾ വരുമ്പോൾ നമുക്കത് കാണാം കേട്ടോ. ഞാനപ്പോൾ ഇതിൻ്റെ കൂടെ പറഞ്ഞതാണ്. പ്ലെഡ്ജ് ചെയ്യുമ്പോൾ ചാർജ് ഉണ്ട്, അൺപ്ലെഡ്ജ് ചെയ്യുമ്പോൾ ചാർജ് ഇല്ല. ഇപ്പോൾ പ്ലെഡ്ജ് ചെയ്ത സ്റ്റോക്ക് നമ്മൾ വിൽക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അൺപ്ലെഡ്ജ് ആകുന്നുണ്ട്, അതിന് ചാർജ് ഇല്ല. എന്നാൽ പ്ലെഡ്ജ് ചെയ്യുന്നതിന് ചാർജ് ഉണ്ട്. 23 രൂപ 60 പൈസയാണ്. ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് നോക്കുക, കാര്യം ഒന്ന് ഓർത്തിരുന്നിട്ടൊന്ന് നോക്കിക്കോ. ഈ വീഡിയോയിൽ തന്നെ പിന്നീട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാനത് പറയുന്നുണ്ടാവും. ഇനി ഇവിടെ MTFനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെങ്കിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ FAQയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വി ആർ ഹിയർ ടു ഹെൽപ്പ് യു എന്ന് കാണാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ജസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നു. അത് അത്രേ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ഓപ്ഷൻസ്
ഇവിടെ നമുക്ക് കാണാൻ പറ്റും സെഗ്മെൻറ്റ് ആക്ടിവേഷൻ പ്രോസസ്സ്. അതായത് F&O സെഗ്മെൻറ്റ്, കമോഡിറ്റി, കറൻസി ഒക്കെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഫണ്ട് പേ ഔട്ട് സ്റ്റാറ്റസ്, ചെക്ക് ഓർഡർ സ്റ്റാറ്റസ്, ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. ഫണ്ട് ആഡ് ചെയ്യാനും അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഭവം ഈ DDPI ആണ്, അതായത് പവർ ഓഫ് അറ്റോർണി പ്രോസസ്സ്. ഇത് ചെയ്യാത്തവരൊന്ന് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ ഞാനതിലൊന്ന് ക്ലിക്ക് ചെയ്തു കേട്ടോ, എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഓഡിയോ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ വിൽക്കുമ്പോൾ TPIN എന്ന് പറഞ്ഞ 6 അക്കമുള്ള ഒരു നമ്പർ കൊടുക്കുന്നുണ്ടാവും. അത് കൊടുത്തതിന് ശേഷം ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്തിട്ട് സ്റ്റോക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ DDPI കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലാതെ തന്നെ സെല്ല് ചെയ്യാം. നേരെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ സെല്ല് ചെയ്യാം. TPIN കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്യുന്നത് നന്നായിരിക്കും. വീണ്ടും നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇവിടെ കുറേ ബട്ടൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ തിരിച്ചു പോകാനായിട്ട് നമുക്ക് ഈ ബട്ടൺസ് യൂസ് ചെയ്യാം. ഞാൻ ഈ ആദ്യത്തെ ബട്ടൺ, ഇത് ഹോം ബട്ടനാണ്, അവിടെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ തിരിച്ച് ഹോമിലേക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഹോമിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. IPO ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്, ഗോൾഡ് ബോണ്ട്, ETF. ഇതെല്ലാം പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ IPOനെ പറ്റി അറിയണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിലവിലുള്ള IPOകളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ IPOൻ്റെ പേര് കോൺട്രൻറ്റ് ഫ്യൂച്ചർ ടെക് ലിമിറ്റഡ്, ക്യാപിറ്റൽ ഇൻഫ്രാ ട്രസ്റ്റ്, അത് രണ്ടും ഇന്ന് ക്ലോസ് ചെയ്യും. BR ഗോയൽ ഇൻഫ്രാസ്ട്രക്ചർ, അതും ഇന്ന് ക്ലോസ് ചെയ്യും. ഡെൽറ്റ ഓട്ടോ കോർപ്പ് ഇന്ന് ക്ലോസ് ചെയ്യും. അവാക്സ് അപ്പാരൽ ആൻഡ് ഓർണമെൻറ്റ്സ് ലിമിറ്റഡ് ഇന്ന് ക്ലോസ് ചെയ്യും. നമുക്കിവിടെ ഓവറോൾ സബ്സ്ക്രിപ്ഷൻ കാണിക്കുന്നുണ്ട്. 78 ഇരട്ടിയാണ് കേട്ടോ ഈ പറയുന്ന അവാക്സ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് മേടിക്കണമെങ്കിൽ 1,40,000 രൂപ വേണം ഒരു ലോട്ട്. നമ്മൾ റീറ്റെയിലാണോ HNI ആണോ എന്നൊക്കെ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം മേടിക്കാം. നമ്മൾ റീറ്റെയിലാണ് ഇവിടെ സെലക്ട് ചെയ്ത് അപ്ലൈ നൗ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് ഏത് സ്റ്റോക്കാണ്, SME ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. SME സ്റ്റോക്കാണിത്, സ്മോൾ ക്യാപ്പാണ്, ട്രേഡിംഗ് ആണ് ഇവരുടെ പ്രധാന പ്രവർത്തന മേഖല. അതുപോലെ തന്നെ IPO അലോട്ട്മെൻറ്റും റീഫണ്ട് പ്രോസസ്സും ഇവിടെ നമുക്കൊരു വീഡിയോ ഉണ്ട്. വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ലോട്ട് സൈസ് എത്രയാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. 2000 ഷെയർ ഇവിടെ മിനിമം ഇത് വാങ്ങണം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും ബാക്ക് അടിച്ചിട്ട് പുറകോട്ട് പോവാം. അപ്പോൾ IPO അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ വിൻഡോയിൽ വന്നാൽ മതി. അത് ഹോമിൽ പോവുക. അതിനുശേഷം ഇവിടെ IPO കാണും. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ള IPO ഏതാണ്. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ കാണിക്കുന്നുണ്ട്. ഡെൽറ്റ ഓട്ടോ കോർപ്പിന് 57.92 ഇരട്ടി സബ്സ്ക്രിപ്ഷൻ നടന്നിട്ടുണ്ട്. 1,23,000 രൂപ വേണം ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പ്രൈസ് ബ്രാൻഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ നൗ കൊടുത്താൽ മതി. നമ്മുടെ ബാങ്കിൽ നിന്ന് പേയ്മെൻറ്റ് ബ്ലോക്ക് ആവും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് പേയ്മെൻറ്റ് പോകും. ഇത് കിട്ടിയില്ലെങ്കിൽ പേയ്മെൻറ്റ് അൺബ്ലോക്ക് ആവും. അതായത് ബാങ്കിൽ നിന്ന് ക്യാഷ് പോകുന്നില്ല, നമുക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ബാങ്കിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് കിട്ടുക തന്നെ ചെയ്യും. ഈ IPO കിട്ടിയാൽ മാത്രമേ പൈസ ബാങ്കിൽ നിന്ന് പോവുകയുള്ളൂ, ബ്ലോക്കായി ഇരിക്കുകയുള്ളൂ ഫണ്ട്. ഇത് കിട്ടിയില്ലെങ്കിൽ അൺബ്ലോക്കായിട്ട് നമുക്ക് ആ ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. വീണ്ടും ഞാൻ ഹോമിൽ ക്ലിക്ക് ചെയ്യുന്നു. മ്യൂച്വൽ ഫണ്ട്, അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലും മറ്റുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിലിപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ കറണ്ട് വാല്യൂ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ പുറത്തെ ഫണ്ട് കൂടി ട്രാക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. 9,93,185. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് പുറത്തെ ഫണ്ട് കൂടി ട്രാക്ക് ചെയ്തിട്ടുള്ളതാണ്. വ്യൂ പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോർട്ട്ഫോളിയോ അനാലിസിസ് റിപ്പോർട്ട് കിട്ടുന്നതാണ്. ഏഞ്ചൽ വണ്ണിൽ എത്രയുണ്ട്, 5 പൈസയിൽ എത്രയുണ്ട്, ജിയോജിത്തിൽ എത്രയുണ്ട് എന്നെല്ലാം ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഏഞ്ചൽ വണ്ണിൽ 2,99,000 ആണുള്ളത്. 5 പൈസയിൽ 3,65,000, ജിയോജിത്തിൽ 7,604. ഇത് INZ, ഇത് വേറെയൊരു സംഭവമാണ്. ഞാൻ ഇതിൽ കൂടുതൽ ചെയ്തിട്ട് അസറ്റ് പ്ലസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇതിൽ വന്നിട്ടില്ല. അത് വേണമെങ്കിൽ നമുക്കിവിടെ ട്രാക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വ്യൂ ഓൾ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയും കൂടെ കാണിക്കുന്നതാണ്. ജിയോജിത്തിൽ ഇത്രയുണ്ട്. ഇത് ഒരു ആപ്ലിക്കേഷനാണ്. അതിലിതാ 26,000 ഉണ്ട്. വാല്യൂ പ്ലസ് ടെക്നോളജി, ഇത് അസറ്റ് പ്ലസ് ആണ്, 23,000. ശരിക്കും ഇത് 23,000 അല്ല ഉള്ളത്, അതിൽ കൂടുതലുണ്ട്. ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ കുറേ നാളെ തുറന്നിട്ട്, അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് അവിടെ വരും. അപ്പ് സ്റ്റോക്സിൽ 1,86,000, അതേഴ്സിൽ 84,406. പലയിടത്തും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. ഇത് നമ്മൾ ട്രാക്ക് ചെയ്താലേ കിട്ടുള്ളൂ. ട്രാക്കർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അതുപോലെ ടാക്സ് സേവിങ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. എന്തായാലും നമുക്ക് ടാക്സ് സേവിങ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സിൻ്റെ ബെനിഫിറ്റ് കിട്ടും.
അപ്പോൾ ഇവിടെ അതിൻ്റെ എഴുതിയിട്ടുണ്ട് 1,25,001 രൂപയ്ക്ക് മുകളിൽ ELSS ഫണ്ടിൽ 2025 മാർച്ചിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ വരെയുള്ള ടാക്സ് ബെനിഫിറ്റ് സെക്ഷൻ 80C പ്രകാരം നമുക്ക് ലഭിക്കുമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1.5 ലക്ഷമാണ് ലിമിറ്റ്. എന്നാൽ ഞാനിവിടെ 24,000 സംതിങ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇതല്ല, ഇതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് 50,000 ആണെന്ന് തോന്നുന്നു ചെയ്തിട്ടുണ്ട്. ഇവിടെ അപ്ഡേറ്റ് ആവാത്തതാണ്, റീഫ്രഷ് ചെയ്താലേ വരുള്ളൂ. അതായത് ഇതിലല്ല ചെയ്തേക്കുന്നത്, ഞാൻ മറ്റൊരു ആപ്ലിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് പല ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളങ്ങനെ പലതും ഉപയോഗിക്കണമെന്നില്ല. ഞാൻ നേരത്തെ മുതൽ ഇങ്ങനെ പലതും എല്ലാ ആപ്ലിക്കേഷൻസും ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാനങ്ങനെ ഉപയോഗിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും യുവർ പോർട്ട്ഫോളിയോ 18.59%, നിഫ്റ്റിയുടെ പോർട്ട്ഫോളിയോ 15.96%. അതായത് നിഫ്റ്റിയെ ബീറ്റ് ചെയ്ത് റിട്ടേൺ കിട്ടിയെന്നും മറ്റുമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. എത്ര SIPകളുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. SIPസിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിലുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഓട്ടോ പേ എനേബിൾഡ് എന്ന് കാണിക്കും, അതുപോലെ ഓട്ടോ പേ പെൻഡിങ് എന്ന് കാണിക്കും. അപ്പോൾ ഇതിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോ പേ പെൻഡിങ് ഉള്ളത് ഓട്ടോ പേ കൊടുക്കാവുന്നതാണ്. അതുപോലെ ആക്റ്റീവ് SIP എത്ര ഉണ്ട്, ഇവിടെ 4 ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. മന്ത്ലി SIP ടോട്ടൽ എമൗണ്ട്, ഇതിൽ പലതും ഇനാക്റ്റീവാണ് കേട്ടോ. കാരണം ഞാൻ ഓട്ടോ പേ കൊടുത്തിട്ടില്ല, ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്താണ്. അപ്പോൾ ചിലതിൽ ലംസം പറ്റില്ലായിരുന്നു, അപ്പോൾ നമ്മൾ SIP ആയിട്ട് ചെയ്തിട്ട് പിന്നീട് പേയ്മെൻറ്റ് കൊടുക്കാതെയായി. അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കാനായിട്ടൊക്കെ സാധിക്കും. ഇനാക്റ്റീവ് SIPs എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്താണ്, ഞാൻ തന്നെ ക്യാൻസൽ ചെയ്താണ്. അത് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ റീസ്റ്റാർട്ട് SIP കൊടുക്കുക. അപ്പോൾ SIP നമ്മൾ ക്യാൻസൽ ചെയ്താലും പിന്നീട് നമുക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടിന്യൂ SIP ഇതൊക്കെ കണ്ടിന്യൂ അല്ല, കാരണം ഇതിൻ്റെ പേയ്മെൻറ്റ് ഓട്ടോ പേ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഓട്ടോ പേ എല്ലാം കൊടുക്കാനായിട്ട് ഓട്ടോ പേ പെൻഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് ഓട്ടോ പേ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ചിലതൊക്കെ എനിക്ക് അബദ്ധം പറ്റിയതാണ്, ഞാൻ 1 ടൈം ഇൻവെസ്റ്റ് ചെയ്തതാണ്, പക്ഷേ അത് SIP ആയിട്ട് അറിയാതെ മാറിപ്പോയതാണ്. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അത് നമുക്ക് താഴേക്ക് വരുമ്പോൾ കാണും എന്ന് വിചാരിക്കുന്നു. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എന്തായാലും അത് നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഇനി ഓർഡേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീസെൻ്റായിട്ട് കൊടുത്തിട്ടുള്ള ഓർഡറുകൾ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ഓർഡർ ടാക്സ് സേവിങ് ഫണ്ടിന് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്, അതിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടാക്സ് ലാഭിക്കുന്നവർ, ഇപ്പോൾ മോട്ടിലാൽ ഓസ്വാളിൻ്റെ ELSS ടാക്സ് സേവർ ഫണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടാക്സ് ലാഭിക്കുന്നവർ ഈ ഫണ്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ പോർട്ട്ഫോളിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പോർട്ട്ഫോളിയോ കാണാൻ സാധിക്കുമല്ലോ. 1 ഓർഡർ ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഇവിടെ നമ്മുടെ പോർട്ട്ഫോളിയോ എല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് അടുത്ത ഒരു ഓപ്ഷൻ. എക്സ്റ്റേണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലാസ്റ്റ് റീഫ്രഷ്ഡ് ഓൺ 11th ജൂലൈ 2024 എന്ന് കാണിക്കുന്നുണ്ട്. അതായത് പുറത്ത് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ചെയ്തിട്ട് ഇപ്പോൾ 5-6 മാസമായി. ഇപ്പോൾ ഇവിടെ മാനേജ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് റീഫ്രഷ് എക്സ്റ്റേണൽ പോർട്ട്ഫോളിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റ് OTP വരുന്നതാണ്. അപ്പോൾ OTP ഓൾറെഡി മൊബൈലിൽ വന്നിട്ടുണ്ടാകും, ഞാനൊന്ന് നോക്കട്ടെ. OTP വന്നു കഴിഞ്ഞു. വെരിഫൈ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡേറ്റ ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം ഫെച്ചിങ് യുവർ എക്സ്റ്റേണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമ്മൾ ഏഞ്ചലിന് പുറത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടുകളുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ വരുന്നതാണ്. ഇതിന് കുറച്ച് സമയം പിടിക്കും കേട്ടോ, ഒരു 10-15 മിനിറ്റ് പിടിക്കും. അപ്പോൾ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കാം. വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. യെസ്, വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ 9 ലക്ഷമായിരുന്നത് ഇവിടെ ഇപ്പോൾ 11,87,000 കാണുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഡിസ്കവർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് പെർഫോമിംഗ് ഫണ്ടുകൾ, ട്രെൻഡിങ് SIPs ഒക്കെ കാണാവുന്നതാണ്. ഇപ്പോൾ ഇൻവെസ്റ്റ് ഇൻ ട്രെൻഡിങ് SIPs, മോട്ടിലാൽ ഓസ്വാളിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ടുണ്ട്, നിപ്പോൺ ഇന്ത്യയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ട്, ബന്ധൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ട്. അപ്പോൾ ഈ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യരുത്, ഡൈവേഴ്സിഫൈ ചെയ്യണം. ഇവിടെ ഈ ട്രെൻഡിങ് ആയിട്ട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കണം കേട്ടോ. നിപ്പോൺ ഇന്ത്യയുടെ പവർ ആൻഡ് ഇൻഫ്രാ ഫണ്ട്, ടാറ്റയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ട്, ഇങ്ങനെ നോക്കിയാൽ നമ്മൾ PSU ഫണ്ടുകൾ. അപ്പോൾ PSU ഫണ്ടുകളിലൊക്കെ ഹൈ റിസ്ക് ആണ്. അപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഹൈ റിസ്ക് ഉള്ള ഫണ്ടുകളുണ്ട്. ഞാൻ വേണമെങ്കിലൊന്ന് കാണിക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഹൈ റിസ്ക് ഉള്ള ഫണ്ടുകൾ കൊടുക്കും, പക്ഷേ നമ്മുടെ ഫണ്ടുകൾ എടുക്കും, പക്ഷേ നമ്മുടെ കസ്റ്റമേഴ്സിന് ഞാൻ അത്രയും ഹൈ റിസ്ക് ഉള്ളത് കൊടുക്കാറില്ല. അല്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ട് വളരെ കുറച്ച് മാത്രമാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഡിഫൻസ് ഫണ്ടെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല ലോസിലാണ്. 39% പ്രോഫിറ്റിലുണ്ടായിരുന്നായിരുന്നു ആ മാർക്കറ്റ് മുകളിൽ നിൽക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ മാർക്കറ്റ് ഒരു 10, 12, 13, 14% കണ്ട് ഇടിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഫിറ്റുള്ള ഒരു കുറവും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഹൈ റിസ്ക്കുള്ള തീമാറ്റിക് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് ലോസിൽ പോയി.
ഇവിടെ പോർട്ട്ഫോളിയോ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഓരോ ഫണ്ടുകളും നോക്കാം. ഇപ്പോൾ കോണ്ടിൻ്റെ സ്മോൾ ക്യാപ്പിൽ 19% റിട്ടേൺ ഉണ്ട്. ആനുവലൈസ്ഡ് റിട്ടേൺ ആണ് കേട്ടോ. അതായത് 1.19 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 1.43 ഇപ്പോൾ ഉണ്ട്. അങ്ങനെ 19% റിട്ടേൺ. SIRR 18.83. അതുപോലെ തന്നെ മോട്ടിലാൽ ഓസ്വാളിൻ്റെ മിഡ് ക്യാപ്പിന് 29% ഉണ്ട്. ഇതാണ് നിഫ്റ്റി. മോട്ടിലാൽ ഓസ്വാളിൻ്റെ നിഫ്റ്റി ഡിഫൻസ് ഫണ്ടിൽ 16.5% ലോസാണ്. അപ്പോൾ ഇത് ഒരു ഹൈ റിസ്ക് ഫണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേഴ്സണലി എടുക്കാറുണ്ട്. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 83,000 രൂപയുള്ളൂ. നമ്മൾ വിൽക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നമ്മളൊരു 10 വർഷത്തേക്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ള ഇതാണ്. ആ സമയത്ത് എന്തായാലും നല്ലൊരു റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഫണ്ടാണ്. പക്ഷേ ഞാൻ വളരെ ഉയരത്തിൽ നിന്നാണ് ഇതെടുക്കുന്നത്. അതുപോലെ പരാഗ് പരീഖിൻ്റെ ഫ്ലെക്സി ക്യാപ്പിൽ 25% റിട്ടേൺ. മോട്ടിലാൽ ഓസ്വാൾ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പിൽ റിട്ടേൺ അധികം വന്നിട്ടില്ല, 0.87%. അത് നമ്മൾ ഈ അടുത്താണ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ മാർക്കറ്റ് ഡൗൺ ആയി നിൽക്കുമ്പോൾ തന്നെയാണ് എടുത്തത്. ഇത് മാർക്കറ്റ് മുകളിലേക്ക് മുമ്പ് നല്ല റിട്ടേൺ തരും. അടുത്ത നിപ്പോൺ ഇന്ത്യയുടെ സ്മോൾ ക്യാപ്പ് 30% റിട്ടേൺ. നിപ്പോൺ ഇന്ത്യയുടെ മൾട്ടി ക്യാപ്പ് 5% ലോസാണ്. അത് നമ്മുടെ മാർക്കറ്റ് ഒരു പകുതി ഡൗൺ ആയപ്പോൾ എടുത്താണ്. ഇനിയിപ്പോൾ ICICIയുടെ പ്രൊഡൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെ തീമാറ്റിക് ഫണ്ടാണ്. പക്ഷേ നമുക്കിവിടെ 22% റിട്ടേൺ ഉണ്ട്. ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ 13% റിട്ടേൺ ഉണ്ട്. HDFC ഡിഫൻസ് ഫണ്ട് 104% റിട്ടേൺ. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉള്ളതൊക്കെ ഇങ്ങനെയുള്ള ഫണ്ടുകളാണ്, തീമാറ്റിക് ഫണ്ടുകളാണ്. അപ്പോൾ ഇതിൽ 104% റിട്ടേൺ ആണ് ഉള്ളത്. പക്ഷേ ഞാൻ നേരത്തെ എടുത്ത HDFCയുടെ ഫണ്ടിൽ നമുക്ക് ലോസാണ്, 10-16% ലോസാണ്. അതുപോലെ തന്നെ ആക്സിസിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ട് 50%. അപ്പോൾ ഈ തീമാറ്റിക് ഫണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ അത് ചില സമയത്ത് നല്ല ലോസിലേക്കും പോകാം, ചില സമയത്ത് നല്ല പ്രോഫിറ്റിലേക്ക്. അത് ഭയങ്കര ഫ്ലക്ച്വേഷനാണ്. അപ്പോൾ കസ്റ്റമർക്ക് ഞാൻ അവരുടെ പോർട്ട്ഫോളിയോയുടെ ഇതനുസരിച്ചിട്ട് മാത്രമാണ് ഞാനത് അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഒരു 50% റിട്ടേൺ ഉണ്ട്. മോട്ടിലാൽ ഓസ്വാളിൻ്റെ സ്മോൾ ക്യാപ്പിൽ 48% റിട്ടേൺ ഉണ്ട്. ICICI പ്രൊഡൻഷ്യൽ 18%, ആദ്യത്തെ ബിർള 19%, ടാറ്റയുടെ സ്മോൾ ക്യാപ്പ് 42%. ഇത് ടോട്ടൽ റിട്ടേൺ ആണ് കേട്ടോ, പെർ ഇയർ അല്ല എന്ന് തോന്നുന്നു. അതിൽ സെറ്റിങ്സ് നമുക്ക് മാറ്റാൻ പറ്റും. ഇവിടെ കുറച്ച് സാധനങ്ങൾ കണ്ടില്ലേ, ലോസ് കണ്ടില്ലേ, ഈ ലോസ് കണ്ടോ. ഇത് ഇൻവെസ്കോ ഇന്ത്യ ഫോക്കസ്ഡ് ഫണ്ട് 2.5% ലോസ്. മോട്ടിലാൽ ഓസ്വാൾ ELS ടാക്സ് സേവിംഗ് ഫണ്ടാണ്, അത് നമുക്ക് ഒരു 3.5% ലോസ്. ബന്ധൻ്റെ സ്മോൾ ക്യാപ്പിൽ ഒരു 4% ലോസ്. പിന്നെ SBIയുടെ ഓട്ടോമോട്ടീവ് 4.5% ലോസ്. ബന്ധൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇത് തീമാറ്റിക്കാണ്, അപ്പോൾ ഇതൊരു 5.5% ഉണ്ട്. കോണ്ടിലെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് 10% ലോസ് ഉണ്ട്. മാർക്കറ്റ് മോളിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ HDFC ഫാർമ പ്രോഫിറ്റാണ്, ബാക്കി അത് 4.5% പ്രോഫിറ്റ്. HDFC സ്മോൾ ക്യാപ്പ് 10% പ്രോഫിറ്റ്. കൊട്ടയ്ക്ക് നിഫ്റ്റി 200 മൊമെൻറ്റം 51% പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചതാണ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിപ്പോൺ ഇന്ത്യയുടെ സ്മോൾ ക്യാപ്പ് 50%, ഇങ്ങനെയുണ്ട് കേട്ടോ. ഇതിൽ ലോസും പ്രോഫിറ്റും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഇപ്പോഴല്ല, മാർക്കറ്റ് ഹൈയിൽ നിൽക്കുമ്പോഴാണ്. മാർക്കറ്റ് ഹൈയിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഫണ്ടിൽ ആകെപ്പാടെ ആ ഡിഫൻസ് ഫണ്ട്, ഈ ഒരു ഡിഫൻസ് ഫണ്ടിലാണ് ലോസ് വരാൻ സാധ്യതയുള്ളൂ. ഇതിൻ്റെ ലോസ് നന്നായിട്ട് കുറയുന്നുണ്ടാകും, എന്നാലും ചെറിയ ലോസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാർക്കറ്റ് ഹൈയിൽ നിൽക്കുമ്പോൾ ഡിഫൻസ് സെക്ടർ കയറണം. ബാക്കി എല്ലാ ഫണ്ടുകളും നല്ല പ്രോഫിറ്റിലേക്ക് മാറാൻ സാധ്യതയുള്ള ഫണ്ടുകൾ തന്നെയാണ്. 36ഓളം ഫണ്ടുകൾ ഞാൻ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ഫണ്ടുകളാണ്. പക്ഷേ ഇത്രയും ഫണ്ടുകളായി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഫണ്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ മിക്കവാറും തന്നെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ സെക്ഷൻ. ഇനി നമ്മൾ ഡിസ്കവർ എന്ന് പറയുന്ന ഭാഗം കണ്ടല്ലോ അല്ലേ, ഇവിടെ കുറച്ച് ഓപ്ഷൻ കൂടിയുണ്ട്. അതായത് ഈ മോഡിലാണ് കേട്ടോ, ഡിസ്കവർ, പോർട്ട്ഫോളിയോ, SIP, ഓർഡർ, ഇതൊക്കെ ഈ മോഡിലാണ്. ഇനിയിപ്പോൾ 100 രൂപ വെച്ച് നമുക്ക് SIP ചെയ്യണമെങ്കിൽ അതായത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഏറ്റവും കുറഞ്ഞ പൈസയുള്ളവർക്ക് പോലും നമുക്ക് SIP ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപ വെച്ച് SIP ചെയ്യാൻ പറ്റിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ ലിസ്റ്റ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിപ്പോൺ ഇന്ത്യയുടെയൊക്കെ സ്മോൾ ക്യാപ്പ് ഫണ്ടിലൊക്കെ ചെയ്യാം. അത് ടോപ്പ് റേറ്റഡ് ഫണ്ടുമാണ്. ഇവിടെ നമുക്ക് കാണാം ടോപ്പ് റേറ്റഡ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ആ ടോപ്പ് റേറ്റഡ് ഫണ്ടിൽ ഒക്കെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. SIP വിത്ത് 500 രൂപയ്ക്ക് SIP ചെയ്യാൻ പറ്റും. ഹൈ റിട്ടേൺ ഉള്ള മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്യണമെങ്കിൽ നമുക്കതിങ്ങനെ ചെയ്യാൻ പറ്റും. ടോപ്പ് റേറ്റഡ് ഫണ്ടുകളും ഉണ്ട് അതിൽ. ഇൻഡെക്സ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. ഇപ്പോൾ SBIയുടെ നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ്, മോട്ടിലാൽ ഓസ്വാളിൻ്റെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ്, നിപ്പോൺ ഇന്ത്യയുടെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ഇൻഡെക്സ്, അതിൻ്റെയൊക്കെ ആനുവലൈസ്ഡ് റിട്ടേണും കാര്യങ്ങളും ഒക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. മാത്രവുമല്ല എത്ര ആളുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 26,394 പീപ്പിൾ ഇൻവെസ്റ്റഡ് ഇൻ ദിസ് ഫണ്ട്. ഇതിൽ 28,000, ഇതിൽ 26,000, ഇതിൽ 24,000, ഇങ്ങനെ നമുക്ക് ആ ഡേറ്റയും ഇവിടെ കാണാം. അപ്പോൾ UTയുടെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ 77,000 പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ടും സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് പഴയ നമ്മുടെ ഹോം പേജിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇത് കണ്ടോ, ഹോം എന്ന് പറയുന്ന ഭാഗമാണ്. അവിടെ നമ്മൾ IPO കഴിഞ്ഞു, മ്യൂച്വൽ ഫണ്ട് കഴിഞ്ഞു. ഇനി ഗോൾഡ് ബോണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗോൾഡ് ബോണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് നമുക്ക്, ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഒരു 50 രൂപ ഗവൺമെൻറ് ഡിസ്കൗണ്ട് തരുന്നുണ്ടാകും കേട്ടോ. ഇത് ലിസ്റ്റ് ചെയ്യുന്ന ആ സമയത്താണ് വാങ്ങുന്നതെങ്കിൽ. അപ്പോൾ അതെന്തൊക്കെയാണ്? വൈ ഇൻവെസ്റ്റ് ഇൻ SGB സോവറിൻ ഗോൾഡ് ബോണ്ട്, എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഉള്ള ആ ഡീറ്റെയിൽ ഇവിടെയുണ്ട്. ലോ റിസ്ക് ഗോൾഡ് ബോണ്ടാണ്, ബാക്ക്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടുള്ളതാണ്. മാർക്കറ്റ് റിട്ടേൺ, ഗോൾഡിൻ്റെ പ്രൈസ് ഉയരുമ്പോൾ നമുക്ക് ഇതിൻ്റെയും പ്രൈസ് ഉയരുന്നുണ്ടാവും. അതുകൂടാതെ തന്നെ അഡീഷണൽ 2.5% ഇൻട്രസ്റ്റ് പെർ ഇയർ. ഗവൺമെൻറ് നമുക്ക് ഒരു 2.5% റിട്ടേൺ എക്സ്ട്രാ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് ഉയരുമ്പോൾ ഇതിൻ്റെയും പ്രൈസ് ഉയരുന്നു. കൂടാതെ ഗവൺമെൻറ് ഒരു 2.5% റിട്ടേൺ തരുന്നു. അതുപോലെ തന്നെ ടാക്സ് ഫ്രീ ആണ് കേട്ടോ, 0 ടാക്സ് ആണ്. അപ്പോൾ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബെനിഫിറ്റുകൾ ഒക്കെ കിട്ടും. പക്ഷേ ഇതിന് ലോക്കിംഗ് പീരീഡ് ഉണ്ട്. ഈ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിൽക്കാം. എന്നാൽ പോലും ടാക്സ് ഫ്രീ എല്ലാം കിട്ടണമെങ്കിൽ മിനിമം 5 വർഷമെങ്കിലും ഹോൾഡ് ചെയ്യണം. 8 വർഷമാണ് ഇതിൻ്റെ കാലാവധി കേട്ടോ. 8 വർഷം കഴിയുമ്പം നമുക്ക് പൈസ ഇങ്ങനെ ലഭിക്കും. അതായത് നമ്മുടെ എല്ലാ വർഷവും ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവും. 2.5% ഗവൺമെൻറ് തരുന്നത്. അതുകൂടാതെ തന്നെ 8 വർഷമാകുമ്പോൾ ആ സമയത്തെ പ്രൈസ് അനുസരിച്ചിട്ട് ഗോൾഡ് അത് ബോണ്ട് സെല്ലാകുകയും ആ പൈസ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മറ്റ് പ്ലാറ്റ്ഫോമുകളിലാണ്. എനിക്ക് തോന്നുന്നു അപ്സ്റ്റോക്സ് 5 പൈസ, ഈ 5 പൈസയിലുണ്ടെന്നാണ്. അപ്സ്റ്റോക്സിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും. പിന്നെ സെറോദയിലും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിവിടെ കാണുന്നില്ല. ഇവിടെ ചെയ്യാത്തതുകൊണ്ടാണ് കാണാത്തട്ടോ. പിന്നെ ഓർഡേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഓർഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും. ഇനി നമുക്ക് വീണ്ടും പഴയ ഇതിലേക്ക് തന്നെ, ഹോമിലേക്ക് തന്നെ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഏഞ്ചൽ വൺ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്ത ETF, ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംഭവമാണ് ETF. ഈ ETFിൻ്റെ അത്യാവശ്യം എൻ്റെ സാധനം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. എന്താണ് ETF, എന്തൊക്കെയാണ് ബെനിഫിറ്റുകൾ, അതുപോലെ റെഡ്യൂസ് ഫീസ്. ETF-ന് സാധാരണ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവായിരിക്കും. ഇംപ്രൂവ്ഡ് ടാക്സ് എബിലിറ്റി, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ കഴിഞ്ഞ് ടാക്സ് എഫിഷ്യൻ്റാണ് ETF എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലും കിട്ടുന്നതാണ് കേട്ടോ. ഇനി ETF കാറ്റഗറീസ് നമുക്കിവിടെ കാണാം. NSE ഇക്വിറ്റി കാറ്റഗറി, സെക്ടർ, സ്മാർട്ട് ബീറ്റ, ഗ്ലോബൽ, ഗോൾഡ് ആൻഡ് സിൽവർ, ഡെപ്റ്റ്. ഇനി വ്യൂ ഓൾ ETF എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ETFകളും നമുക്കിവിടെ കാണാവുന്നതാണ്. എല്ലാ ETFകളും. അതിൽ തന്നെ ഇക്വിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിറ്റി ETFകൾ, ഇപ്പം നിഫ്റ്റി ബീസ്, സെറ്റ്, FN, IF50, മിഡ് ക്യാപ്പ് ETF, ഇങ്ങനെ എല്ലാ ETFകളും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിപ്പോൾ എന്നോട് ഒരുപാട് പേര് ETF-ൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിൻഡോ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. 1 ഇയർ റിട്ടേൺ ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ സെക്ടർ ETF, ബാങ്ക് ETF, IT ETF അങ്ങനെ കാണാവുന്നതാണ്. ഓരോ സെക്ടർ, പ്രൈവറ്റ് ബാങ്ക്, PSU ബാങ്ക്, അങ്ങനെ എല്ലാ ഡീറ്റെയിലും ഇവിടെ കാണാവുന്നതാണ്. അതിൻ്റെ റിട്ടേണുകളും ഇവിടെ കാണാവുന്നതാണ്. ഗോൾഡ് ആൻഡ് സിൽവർ ETF ഇവിടെ കാണാവുന്നതാണ്. അതിൻ്റെ റിട്ടേണുകളും കാര്യങ്ങളും ഒക്കെ കാണാവുന്നതാണ്. അപ്പോൾ 1 ഇയർ ഗോൾഡ് ബീസിൻ്റെ ഒക്കെ റിട്ടേൺ 23% കേട്ടോ. സിൽവറിൻ്റെ അത് തന്നെയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഡെപ്റ്റ് ETF നമുക്കിവിടെ കാണാവുന്നതാണ്. അതുപോലെ സ്മാർട്ട് ബീറ്റ ETF നമുക്കിവിടെ കാണാവുന്നതാണ്. അത് ഗ്ലോബൽ ETF, അതായത് ഇൻ്റർനാഷണൽ ETF നമുക്കിവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6 ETFകളുണ്ട്, ഇൻ്റർനാഷണൽ ETFകൾ. ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETFകൾ, ഇത് മാഫാങ് എന്നൊക്കെ പറയുന്നത് 93% റിട്ടേൺ. മോൺ 100 49%, അമേരിക്കൻ മാർക്കറ്റാണ്. മോൺക്ക് 50 51%, മാസ്റ്റർ ഓഫ് 50 67%. ഹാങ്സെങ് ബീസ്, ഇത് ഞാൻ പണ്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്, ചൈന മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഗൂഗിളൊന്ന് അടിച്ചു നോക്കിയാൽ ഓരോ ETFകളും നമ്മൾ ഗൂഗിളൊന്ന് അടിച്ചു നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ ETF-ൻ്റെ എൻ്റയർ സംഭവങ്ങൾ നമുക്കിതാ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നേരെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ബീസിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അതിൻ്റെ മുകളിൽ കർസർ കൊണ്ടുവരുമ്പോൾ തന്നെ B ഉണ്ട്, S ഉണ്ട്, ബൈ ചെയ്യാൻ പറ്റും. ബൈ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഈ ബൈ വിൻഡോ വന്നു. അപ്പോൾ ഇവിടെ ഡെലിവറി ആണോ ഇൻട്രാഡേ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇൻട്രാഡേ ട്രേഡ് അറിയില്ലേ? ഇൻട്രാഡേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് വാങ്ങിയിട്ട് ഇന്ന് തന്നെ വിൽക്കണം. അപ്പോൾ നമുക്ക് ലീവറേജ് കൂടുതൽ കിട്ടുന്നുണ്ടാവും. അതാണ് ഇൻട്രാഡേ ട്രേഡ് കേട്ടോ. ഡെലിവറി, ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ക്വാണ്ടിറ്റി കൊടുക്കുകയാണ്. ഒരു 100 എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി കൊടുത്തു. 100 264.92 രൂപ ഇതിൻ്റെ വില.
അപ്പോൾ ഇവിടെ ഈ പേ ലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100 ക്വാണ്ടിറ്റി വാങ്ങാനായിട്ട് ശരിക്കും പറഞ്ഞാൽ 26,492 രൂപ വേണം. പേ ഫുൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇത്രയും പൈസ വേണം. എന്നാൽ ഈ പേ ലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5,298 രൂപ മതി. അതായത് ഏകദേശം നമുക്ക് ഒരു 5 ഇരട്ടി ലീവറേജ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം 4 ഇരട്ടി ഇവർ പറയുമെങ്കിലും എനിക്ക് തോന്നുന്നു ഈ നിഫ്റ്റി ബീസിൽ വളരെ കൂടുതൽ ലീവറേജ് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു നിഫ്റ്റി ബീസൊക്കെ ഒരുപാട് മേടിച്ച് കോൾ ഓപ്ഷനൊക്കെ സെല്ല് ചെയ്ത് അങ്ങനത്തെ പ്രോസസ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മറ്റേ അക്കൗണ്ടിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരുപാട് നിഫ്റ്റി ബീസ് മേടിച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് മേടിച്ചിരിക്കുന്നത്. സാവധാനം നമ്മുടെ കയ്യിൽ ക്യാഷ് ആകുന്നതനുസരിച്ച് പേ ചെയ്ത് കൊടുക്കാനും പറ്റും. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പേ ലേറ്റർ ഓപ്ഷൻ ഉപയോഗിച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് 5,298 രൂപ മതി ഇത് ചെയ്യാനായിട്ട്. വൈകുന്നേരം ഒന്ന് പ്ലെഡ്ജ് ചെയ്താൽ മതി, വേറെ സംഭവമൊന്നുമില്ല. ഇനി പേ ഫുൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ക്യാഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് മേടിക്കാം കേട്ടോ. ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് മേടിക്കാം, പക്ഷേ ഇന്ന് തന്നെ വിൽക്കണം. അതാണ് ഇൻട്രാഡേ. അപ്പോൾ ഇൻട്രാഡേയിൽ നമുക്ക് 5 ഇരട്ടി ലീവറേജ് കിട്ടുന്നുണ്ടാവും. പേ ലേറ്ററിൽ നമുക്കൊരു 4 ഇരട്ടിയോളം ലീവറേജ് കിട്ടുന്നുണ്ടാകും കേട്ടോ. ഇവിടെ സ്റ്റോപ്പ് ലോസ്, അഡ്വാൻസ് എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ GTT ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് GTT ഓർഡർ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ ETF സെഗ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇൻട്രാഡേ ജസ്റ്റ് കാണിച്ചതാണ്. പേ ലേറ്റർ കാണിച്ചു, ഡെലിവറി കാണിച്ചു. നേരെ അങ്ങനെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഹോം എന്ന് പറയുന്ന ഭാഗത്ത് വീണ്ടും വന്നു. അപ്പോൾ നമ്മൾ IPO കണ്ടു, മ്യൂച്വൽ ഫണ്ട് കണ്ടു, ഗോൾഡ് ബോണ്ട് കണ്ടു, ETF കണ്ടു. ഇനി നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഇവിടെ ലൈവ് വീഡിയോ ഇവിടെയുണ്ട്. ചെക്ക് ഔട്ട് ഹൗ അവർ എക്സ്പെർട്ട് ട്രേഡർ ഓൺ ലൈവ് വീഡിയോ, ഗെറ്റ് ഗൈഡ് ലൈൻസ് ഇൻ റിയൽ ടൈം വൈൽ ട്രേഡിംഗ്, ക്ലിക്ക് ഓൺ വാച്ച് നൗ. അപ്പോൾ ഈ വാച്ച് നൗവിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഞ്ചൽ വണ്ണിൻ്റെ എക്സ്പേർട്ടുകൾ ട്രേഡ് ചെയ്യുന്ന വീഡിയോസ്, ലൈവ് സെക്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ F&O ലൈവാണ്. ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ. ഇപ്പോൾ നമുക്ക് ആ വീഡിയോ കേട്ടോ, F&O ലൈവ് അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. യൂട്യൂബിൽ കാണാം, വാച്ച് ഓൺ യൂട്യൂബ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്കത് കാണാവുന്നതാണ്. പുള്ളിയുടെ അനാലിസിസും കാര്യങ്ങളും എടുക്കുന്ന ലൈവ് ട്രേഡും ഇതെല്ലാം നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. ഞാനത് ക്ലോസ് ചെയ്യുകയാണ്. NTFൻ്റെ കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓഫേഴ്സ് ആൻഡ് റിവാർഡ്സ്, റെഫർ ആൻഡ് ഏണിംഗ്, സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ്. അപ്പോൾ ഇവിടെ പുതിയ പ്ലാനുകളൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതുണ്ട്. അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. പേ ലേറ്റർ പ്ലാനാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ 57 രൂപ 82 പൈസ ഒരു മാസമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബില്ല് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ടാക്സ് കുറയുന്നുണ്ടാവും. 30 ദിവസത്തേക്ക് 14.99% പേ ലേറ്ററിൻ്റെ ടാക്സ്. അത് 12.99% കുറയുന്നുണ്ടാവും കേട്ടോ. ഇങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് നോക്കുക. വന്നെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ബൈ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 57 രൂപ 82 പൈസ കൊടുക്കണം. അപ്പോൾ ഒരു മാസത്തേക്കാണ് ഇതിൻ്റെ വാലിഡിറ്റി. അപ്പോൾ നമ്മുടെ ടാക്സ് കുറയുന്നുണ്ടാവും. അപ്പോൾ വലിയ രീതിയിൽ ചെയ്യുന്നവർ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് പൈസ അവിടെ ലാഭിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് നിലവിൽ എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടെങ്കിൽ അതിവിടെ കാണാം. അപ്പോൾ ഞാൻ ഈ സംഭവങ്ങൾ എടുത്തിട്ടില്ല. ഇനി നമുക്ക് വീണ്ടും തിരിച്ചു പോകാം. നമ്മൾ വീണ്ടും ഹോമിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. താഴേക്ക് പോകുമ്പോൾ റിസർച്ച് റെക്കമെൻഡേഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്നാണ് ഇത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്, ഏജൻറ്റ് റെക്കമെൻഡേഷനാണ്, എന്നാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാം. 7-ാം തീയതി ജനുവരിയാണ് ചെയ്തിരിക്കുന്നത്. എത്ര ശതമാനം ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാം. ഷോർട്ട് ടൈമാണ്. 4.11% മാത്രമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ ടാർഗറ്റ്. റെക്കമെൻഡഡ് പ്രൈസ് 879 to 881. ടാർഗറ്റ് 918. അപ്പോൾ ഇത് നിൽക്കുന്ന 871 കേട്ടോ. അപ്പോൾ ആ ഒരു റെക്കമെൻഡ് ചെയ്ത പ്രൈസിന് താഴെയാണ് നിൽക്കുന്നത്. 861 സ്റ്റോപ്പ് ലോസ്. അപ്പോൾ അങ്ങനെ ഇവരുടെ റെക്കമെൻഡേഷൻ, ഏഞ്ചലിൻ്റെ റെക്കമെൻഡേഷൻസ് നമുക്കിവിടെ കിട്ടുന്നതാണ്. അടുത്ത് PFC ആണ്. 77.78% ടാർഗറ്റ് എക്സ്പെക്റ്റഡ്. ഭീകര ടാർഗറ്റാണ് ഷോർട്ട് ടൈമിലേക്ക് കേട്ടോ. PFC, പവർ ഫിനാൻസ് കോർപ്പറേഷൻ. അപ്പോൾ ഇതെന്താണ്, വിത്തിൻ ബൈ റേഞ്ച്. ഓക്കെ, ഇത് ഓപ്ഷനാണ് കേട്ടോ. ഇത് ഓപ്ഷനാണ്, അതാണ് ഇത്രയും വലിയ ടാർഗറ്റ് വന്നത്. ഓക്കെ, 30 ജാനുവരി 2025 PE, അതായത് 420 PE ഈ മാസത്തെ PE ആണ് ബൈ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. 8 രൂപ 9 രൂപയിൽ ബൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് 4.9 ടാർഗറ്റ് 16. അപ്പോൾ ഇത് ആ റേഞ്ചിനുള്ളിലാണ് നിൽക്കുന്നത്. 8.25 ലാസ്റ്റ് ട്രേഡ് ചെയ്തത്. ആ റേഞ്ചിനുള്ളിലാണ് നിൽക്കുന്നതെന്ന് കാണാം. അടുത്ത് SBIN, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 65% ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ അതിൻ്റെ സംഭവങ്ങളൊക്കെ. റെക്കമെൻഡഡ് പ്രൈസ് 16.50, 17.50. ഇപ്പോൾ 14.50 നിൽക്കുന്നത്. കുറച്ച് കുറഞ്ഞാണ് നിൽക്കുന്നത്. 11 സ്റ്റോപ്പ് ലോസ്, 29 ടാർഗറ്റ് കേട്ടോ. അടുത്ത ക്രൂഡ് ഓയിൽ, കമോഡിറ്റി ഉണ്ട്. അപ്പോൾ വ്യൂ ഓൾ ട്രേഡിംഗ് ഐഡിയാസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ട്രേഡിംഗ് ഐഡിയാസുകളും നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഷോർട്ട് ടൈം ഉണ്ട്, ഇൻട്രാഡേ ട്രേഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ F&O, അതുപോലെ തന്നെ ഇക്വിറ്റി, ബ്ലൂ സ്റ്റാർ കമ്പനി ഇക്വിറ്റി ലോങ് ടൈമാണ്.
28.83% ടാർഗറ്റിലേക്ക് ഉണ്ട് ഇനി. അപ്പോൾ വാങ്ങാവുന്ന ഒരു റേഞ്ചാണ് അല്ലേ. 770-772 റെക്കമെൻഡഡ് പ്രൈസ്. 2630 ടാർഗറ്റ് പ്രൈസ്. ഇപ്പോൾ 2106 കേട്ടോ. പണ്ട് റെക്കമെൻഡ് ചെയ്തതാണ്. ഇതിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ നോക്കാം. വ്യൂ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലുകൾ കാണാവുന്നതാണ് കേട്ടോ. എന്നാണ് കൊടുത്തിരിക്കുന്നത്, കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ചാർട്ട് നോക്കണമെങ്കിൽ ഇവിടെ വ്യൂ ചാർട്ടുണ്ട്. നമ്മൾ പുറകോട്ടൊന്ന് പോവുകയാണ്. അതുപോലെ ഡിക്സൺ റെക്കമെൻഡ് ചെയ്ത പ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി കമോഡിറ്റി ആൻഡ് കറൻസി ഇതിൻ്റെ കോൾസ് നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ ട്രേഡിംഗ് ഐഡിയാസിൽ പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാവുന്നതാണ്. ഇനിയും നമ്മൾ ഹോമിലേക്ക് പോവുകയാണ്. നമ്മൾ താഴേക്ക് വരുമ്പോൾ മാർക്കറ്റ് മൂവേഴ്സ് നമുക്കിവിടെ കാണാം. അപ്പോൾ ടോപ്പ് ഗെയിനർ ആരൊക്കെ, ടോപ്പ് ലൂസേഴ്സ് ആരൊക്കെ എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി 52 വീക്ക് ഹൈ പോയിരിക്കുന്ന സ്റ്റോക്കുകൾ, 52 വീക്ക് ലോ പോയിരിക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് ഒറ്റ ക്ലിക്കിൽ ഇവിടെ എടുക്കാനായിട്ട് സാധിക്കും. ടോപ്പ് ഗെയിനർ ലൂസർ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് എടുക്കാനായിട്ട് സാധിക്കും. വ്യൂ ഓൾ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്കിവിടെ വരുന്നുണ്ട് കേട്ടോ. ഗെയിനേഴ്സ്, ലോസേഴ്സ്, 52 വീക്ക് ഹൈ, 52 വീക്ക് ലോയ്, മോസ്റ്റ് ആക്റ്റീവ് ബൈ വാല്യൂ, മോസ്റ്റ് ആക്റ്റീവ് ബൈ വോളിയം, ഹൈ ഡിവിഡൻഡ് ഈൽഡുള്ള സ്റ്റോക്കുകൾ, ഡിവിഡൻഡ് വളരെ നന്നായിട്ട് കൊടുക്കുന്ന സ്റ്റോക്കുകൾ കേട്ടോ. ഹൈ EPS ഉള്ള ഏണിംഗ് പെർ ഷെയർ വളരെ കൂടുതലുള്ള സ്റ്റോക്കുകൾ, ലോ പ്രൈസ് ടു ഏണിങ്സ് റേഷ്യോ, അതായത് പ്രൈസ് ടു ഏണിങ്സ് റേഷ്യോ ആണ് അത് ലോ ആയിട്ടുള്ള കുറവായിട്ടുള്ള സ്റ്റോക്കുകൾ, ഹയസ്റ്റ് മാർക്കറ്റ് ക്യാപ്പുള്ള വലിയ കമ്പനികൾ, ടോപ്പ് ROC റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് വളരെ കൂടുതലുള്ള സ്റ്റോക്കുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിസ്റ്റുകൾ കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ സെക്ടറോ മൂവ്മെൻ്റ് ആണെങ്കിൽ ഏത് സെക്ടറാണ് മൂവ്മെൻറ്റ് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടുന്നതാണ്. IT സോഫ്റ്റ്വെയർ, ഫിനാൻസ്, NBFC, ടെക്സ്റ്റൈൽ, കെമിക്കൽ, ഫാർമ, FMCG, അയൺ ആൻഡ് സ്റ്റീൽ, ക്യാപിറ്റൽ ഗുഡ്സ്, സിമെൻറ്റ്, അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ആരോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സെക്ടർ മൂവ്മെൻറ്റ്, ആ സെക്ടറിൽ ഏതൊക്കെയാണ് മൂവ് ചെയ്തത് അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ എത്രയാണ് ചേഞ്ച് വന്നിരിക്കുന്നത് അതെല്ലാം നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇനിയിപ്പോൾ ന്യൂസ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് ന്യൂസുകൾ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ JLR ഓട്ടോ സെയിൽ അതിൻ്റെ ഡീറ്റെയിൽ നമുക്കിവിടെ കിട്ടും. അതുപോലെ ടാറ്റ മോട്ടോഴ്സ് എത്രയധികം മുകളിലേക്ക് പോയി അല്ല താഴേക്ക് പോയി എന്നുള്ളത് കിട്ടും. ആ ന്യൂസ് എപ്പോഴാണ് വന്നിരിക്കുന്നതെന്ന് കിട്ടും. നമുക്ക് കഴിഞ്ഞ ദിവസമാണ്, ഞാനിത് രാവിലെയാണ് വീഡിയോ ചെയ്യുന്നത്, 9-ാം തീയതി ജനുവരി. അപ്പോൾ 8-ാം തീയതി വന്നിരിക്കുന്ന 11 മണിക്കൂർ മുമ്പ് വന്നിരിക്കുന്ന ന്യൂസ്, 11 മണിക്കൂർ മുമ്പ് ഈ ന്യൂസ് വന്നിട്ടുണ്ട്. എല്ലാം 11 മണിക്കൂർ മുമ്പാണ്. ആദിത്യ ബിർളയുടെ ആ ന്യൂസ് വരുന്നുണ്ട്. സെബിയുടെ IPOയുമായിട്ടുള്ള ബന്ധപ്പെട്ട ന്യൂസ് വരുന്നുണ്ട്. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സിൻ്റെ Q3 നെറ്റ് പ്രോഫിറ്റ് അതിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. അത് നമ്മുടെ Q3 റിസൾട്ടുകൾ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ഏത് സൈറ്റിൽ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് ഇവിടെയുണ്ട്. മണി കൺട്രോളിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. CNBC ടെലിവിഷനിൽ നിന്ന് ഈ ന്യൂസ് വന്നിരിക്കുന്നു. എക്കണോമിക് ടൈംസിൽ നിന്നാണ് ഈ ന്യൂസ് വന്നിരിക്കുന്നത്. ഒരുപാട് ന്യൂസ് ഉണ്ട് കേട്ടോ. യാഹൂയിൽ നിന്നാണ് ഈ ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ പല പ്ലാറ്റ്ഫോമിലുള്ള പ്രധാനപ്പെട്ട ന്യൂസുകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ യാഹൂയിൽ നിന്നാണ് ഈ ന്യൂസ് വന്നിരിക്കുന്നത്. ലൈവ് മിൻറ്റിൽ നിന്നാണ് അടുത്ത ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ 11 മണിക്കൂർ മുമ്പ് 12 മണിക്കൂർ മുമ്പും ഒക്കെ ഒരുപാട് ന്യൂസുകൾ നമുക്കിവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, 14 മണിക്കൂർ മുമ്പ്, 15 മണിക്കൂർ മുമ്പ്, അതായത് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ന്യൂസുകളാണ് കേട്ടോ. ഒരുപാട് ന്യൂസുകളുണ്ട്. അപ്പോൾ ന്യൂസിന് ശരിക്കും പറഞ്ഞാൽ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല, നമുക്കിവിടെ ലഭിക്കുന്നതാണ്. വീണ്ടും നമുക്ക് ഹോമിലേക്ക് പോവാം. ഇനിയിപ്പോൾ നമുക്ക് ഈ സെക്ഷൻസ് ഫീച്ചേഴ്സ് എന്തൊക്കെ ഫീച്ചേഴ്സാണ്, ബാസ്ക്കറ്റ് ഓർഡർ, GTT, സ്റ്റോക്ക് SIP, അലേർട്ട്, ട്രേഡ് 1, സ്മാർട്ട് API, സ്റ്റോക്ക് പ്ലെഡ്ജിങ്, പിന്നെ സെൻസിബിൾ. അപ്പോൾ ഈ ഓപ്ഷനിലേക്കൊക്കെ നമുക്ക് അടുത്ത സെക്ഷനിൽ കിടക്കാം. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാനുള്ളവർക്ക് ഇവിടെ അതിനുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡിങ്, അത് എത്ര മണിക്കൂറാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്, പേഴ്സണൽ ഫിനാൻസ്, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഏഞ്ചൽ വൺ ലേണിംഗ് സെൻറ്റർ ഉണ്ട്. ഇവിടെയും നമുക്ക് യൂട്യൂബിൽ കൂടെ പഠിക്കാനായിട്ട് സാധിക്കും. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് സ്മോൾ കേസസ്. വളരെ ഇമ്പോർട്ടൻ്റ്, അതായത് ആ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് തരും. അത് നമുക്ക് വിശദമായിട്ട് അടുത്ത സെക്ഷനിൽ പഠിക്കാം. വെസ്റ്റഡ് അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. പിന്നെ സെൻസിബിൾ ഉപയോഗിച്ചിട്ടുള്ള അത് നമുക്ക് അടുത്ത സെക്ഷനുകളിൽ പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.